ഇത് സാവിത്രി ഫുലൈബായ് ഓഡിറ്റോറിയമാണ്. ഒരു 75% ആളുകൾ ഇത്ര ഡയലോഗ് കുറിച്ച് ഈ 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം സന്തോഷേട്ടൻ അഭിനയിക്കുന്നു, അതുകൂടാതെ പരിപാടികൾ സെറ്റ് ചെയ്യുന്നു, ഒരു ഭയങ്കര പരിപാടികൾ സെറ്റ് ആക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ആ സ്പിരിറ്റ് എനർജി എല്ലാം നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പൊ ഭയങ്കര മനോഹരമായിട്ട് ആക്കാൻ സമ്മതിച്ചു. സോ ഒരുപാട് പേര് അങ്ങ് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഈ അധർമ്മത്തിന്റെ അഗ്നികുണ്ഡങ്ങളിൽ എന്റെ മാംസം സ്വയം ബലിയർപ്പിക്കാൻ ഭയങ്കര സന്തോഷം. രാത്രിയുടെ ചിന്തകളിൽ കാലം കടന്നു പോകും. തെറ്റിനെ ചോദ്യം ചെയ്യുന്നവരെ കുട്ടിച്ചത്തന്മാരാണ്. പരിഹാസത്തിന്റെ ചുറ്റികുത്തും, ഒറ്റപ്പെടലിന്റെ അത്താഴം വിളമ്പും, അപമാനത്തിന്റെ കഴിമലത്തിൽ വിചാരണയുടെ മരണം ചെയ്യാൻ ബുക്കെന്ന് പറയുന്ന സംഭവിക്കില്ല. നിങ്ങളുടെയൊക്കെ ബലമല്ലേ അടി. നാടകത്തിലെ ചില സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു പ്രേക്ഷകന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ടുള്ള ചില സീനുകളാണ്. എസ്പെഷ്യലി അമ്മയും അച്ഛനും മകനുമുള്ള പ്രേക്ഷകരെ ശരിക്കും കരയിച്ച ഒരു സീനാണിത്. കാരണം അത് എന്താണ് നമ്മുടെ നാടകത്തിൽ അതുപോലെ ഉള്ളൊരു വേറൊന്ന് എന്ന് വെച്ചാൽ നാടകം ഇപ്പം അദ്ദേഹം വിനയ് പറഞ്ഞ പോലെ 2.5 മണിക്കൂർ പ്രേക്ഷകനെ ഇന്നത്തെ കാലത്ത് അരമണിക്കൂർ പിടിച്ചിരുത്താൻ ബുദ്ധിമുട്ടാണ്. ഫ്ലോയ് നാടകത്തിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, അത് അതിമനോഹരമാണ്. ഒരു ലാഗും ഇല്ലാതെ 2.5 മണിക്കൂർ ഇത്ര മനോഹരമായിട്ട് നാടകം അവതരിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ ആ റോള് അസാധ്യ അഭിനയം കൊണ്ടോ. നാടകം നമ്മൾ കുരൂരമ്മ എന്ന നാടകത്തിന് ശേഷം സാരഥിയുടെ 12ാമത് നാടകം കുരൂരമ്മ അനവധി സ്റ്റേജുകൾ ബോംബെയിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് വൻ വിജയമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പല നാടകത്തിലും കേരളത്തിലുള്ള പ്രൊഫഷണൽ നാടകങ്ങൾ പല നാടകങ്ങളും സെലക്ട് ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയില്ല. അവസാനം ഞങ്ങൾ കുട്ടിച്ചാത്തനിൽ എത്തപ്പെടുകയായിരുന്നു. അപ്പോഴും ശ്രീമാൻ ജയൻ തിരുമന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ 300-ൽ പരം നാടകങ്ങൾ അവതരിപ്പിച്ച ജയൻ തിരുമനയുടെ ഏറ്റവും പ്രഗത്ഭമായ നാടകമാണ് കുട്ടിച്ചാത്തൻ. അദ്ദേഹം തന്നെ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, ഇത് ബേസിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നാടകമാണ്, ഇതിൻ്റെ ടെക്നിക്കലി ആയാലും മറ്റുള്ള നിങ്ങൾ പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ബോംബെ എന്നുള്ള നമ്മുടെ പ്രവാസികൾക്ക് പരിമിതിക്കുള്ളിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു നാടകമാണ്.
നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പം ഞങ്ങൾക്കതിന് ബലം തന്നത് ശ്രീ കോട്ടയം ഷാജിയാണ്. ഷാജിയേട്ടൻ്റെ ആ ഒരു ധൈര്യം, അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഇടയ്ക്ക് പല പ്രാവശ്യവും ജയന്തിരുമലയും വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു, അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തപ്പെടാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ഇവരുടെ ശിക്ഷണത്തിൽ ഞങ്ങൾ 3-4 മാസം കൊണ്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിൽ നിന്നുള്ള ആ പ്രതികരണത്തിലൂടെ ഞങ്ങൾ വളരെ വിജയിച്ചു എന്ന് വേണം പറയാം. ഇനിയും ഒരുപാട് ഇത് ഞങ്ങളുടെ ഇതിൽ ഒരുപാട് മാറ്റങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ചെയ്യാനുണ്ട്, ഉണ്ടായിരിക്കാം. അത് ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരുത്തി ഇങ്ങനെ തന്നെ ഇത് ഗംഭീര വിജയമായിട്ട് തന്നെ നമ്മുടെ ബോംബെയിൽ നിന്ന് തന്നെയല്ല, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴേ ഞങ്ങൾക്ക് കുട്ടിച്ചാത്തൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ പല ഓഫറുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴേ ഇന്ന് തന്നെ ബുക്കിംഗ് വന്നിട്ടുണ്ട്. പല ബുക്കിങ്ങുകളും ഞങ്ങൾക്ക് ഇതിന് മുമ്പ് തന്നെ ഓഫറുകൾ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ പലതും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾ മുമ്പോട്ട് കുട്ടിച്ചാത്തനുമായിട്ട് ഇനി പറന്നുകൊണ്ടിരിക്കും. ഭംഗിയായിട്ട് വരട്ടെ. താങ്ക് യു. എൻ്റെ ഓർമ്മയിൽ ഒരുപാട് നല്ല മറാത്തി നാടകങ്ങൾ കണ്ടൊരു അനുഭവമുണ്ട്. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ണൂർ സംഘചേതനയുടെ അഭിനയ ജീവിതം തുടങ്ങിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് 92 ഈ മുംബൈയിലേക്ക് വരുന്നത്. പഴശ്ശിരാജ സഖാവ് കാക്കൂറിൽ അവതരിപ്പിച്ചു. പിന്നീട് തുടർന്ന് ഞാൻ 8ഓളം വേദികളിൽ മുംബൈയുടെ പല ഭാഗങ്ങളിലും ഈ നാടകം അവതരിപ്പിച്ചു. ഇതേ വേദിയിൽ സാവിത്രി പൂലൻബായി ഇതേ ഓഡിറ്റോറിയത്തിൽ കാക്കൂറിലെ മുത്തപ്പൻ സംഘത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗമായി എനിക്ക് നാടകം അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്കൊരു വലിയൊരു നാടക സൗഹൃദം അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഗമം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇവിടുത്തെ പ്രത്യേകിച്ച് എന്താണെന്ന് അത് ഞാൻ ഈ പ്രധാനമായിട്ടും ഈ മറാത്തി സർക്കാരിനാണ് ഞാൻ നന്ദി പറയുന്നത്. ഇത്രയും മനോഹരമായ നാടക തിയേറ്ററുകൾ നമ്മുടെ കേരളത്തിൽ പോലും ഇല്ലാത്തതാണ്. ഈ മുംബൈയിൽ അത്രയധികം നല്ല തിയേറ്ററുകൾ നാടകങ്ങൾക്ക് വേണ്ടി മാത്രം, കേരളത്തിൽ പോലും നാടകങ്ങൾക്ക് വേണ്ടി മാത്രം തിയേറ്ററുകളില്ല. ഇതേ തിയേറ്ററിൽ വെച്ച് വീണ്ടും ഇവിടുത്തെ സാരഥിയുടെ 12ാമത് നാടകം കുട്ടിച്ചാത്തൻ, എനിക്ക് തോന്നുന്നു ഈ നാടകം 10-20 വർഷം മുമ്പ് കേരളത്തിൽ വളരെ ട്രെൻഡായ ഒരു നാടകമായിരുന്നു. അന്നും എനിക്ക് നാടകം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 20-22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സാരഥിയുടെ നടീനടന്മാർ, പ്രത്യേകിച്ചും ഇത്രയും തിരക്ക് പിടിച്ച ഒരു നഗരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ ഇങ്ങനൊരു നാടകം സംഘാടകർ, അപ്പോൾ എനിക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം അത് അങ്ങനെ ഒരു പെർഫോമൻസ്, ഒരു വലിയൊരു പ്രൊഫഷണൽ ആക്ടേഴ്സ് ചെയ്ത ഒരു നാടകമാണ്. പ്രത്യേകിച്ചും ഡയലോഗ് ഡെലിവറിയാണ്. അടിച്ചമർത്തപ്പെട്ട ദൈവങ്ങളുമൊക്കെ സവർണ പക്ഷത്തേക്ക്, സവർണരുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു ഇന്ത്യൻ കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും പൂണൂലിട്ട ബ്രാഹ്മണനാകണം എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി അടക്കമുള്ള ഒരു നാട്ടിലാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. പൂണൂല് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഏറ്റവും അധസ്ഥിത വർഗത്തിന്റെ കൂടെയാണ്, മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ടവരാണ് നമ്മളെല്ലാം എന്ന് പറയുന്നത് അതിശക്തമായി, അത് ഏത് രീതിയിലെടുക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിശക്തമായിട്ടുള്ള പുതിയ കാലത്ത് ഈ ഒരു നാടകം അവതരിപ്പിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇനി നാടകത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇത്രയും സമയം കണ്ടെത്തി ഒരു 2:20 10 സെക്കൻഡിന്റെ റീലിന്റെ കാലത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരു 2.5 മണിക്കൂറോളം ഒരു സംഘകലയായ നാടകം അവതരിപ്പിക്കുന്നു. പ്രേക്ഷകർ തിങ്ങി നിറഞ്ഞൊരു ഓഡിയൻസ്, അത് വളരെ സന്തോഷം തരുന്നതാണ്. എന്തായാലും ഈ നാടകം വീണ്ടും പ്രസക്തമാകുന്നു. ഈ മുംബൈയുടെ പല ഭാഗങ്ങളിലും ഈ നാടകത്തിന് തുടർ അവതരണങ്ങൾ ഉണ്ടാകട്ടെ. കാരണം നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മകൾ വർദ്ധിക്കണം. നാടകം പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു അമേച്ചർ നാടക സംഘങ്ങൾ നാടകം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മകൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മകൾ വർദ്ധിക്കണം. കൂട്ടായ്മകൾ വർദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നാടകത്തിന് മാത്രമേ അതിശക്തമായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കുകയുള്ളൂ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഇത്രയും മനോഹരമായൊരു നാടകം അവതരിപ്പിച്ച സാരഥിയുടെ മുഴുവൻ അംഗങ്ങളോടും അതുപോലെ ഈ ഇവിടുത്തെ പ്രേക്ഷകരോടും എൻ്റെ ഭയങ്കര സ്നേഹം അറിയിക്കുന്നു. ഈ നാടകത്തെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ മുംബൈയിലാണ് താമസിക്കുന്നത്. അധികം നമുക്ക് നാടകമൊന്നും അങ്ങനെ കാണാൻ പറ്റാറില്ല, കുറവാണ്. അപ്പോൾ ഇത് വൺസ് ഇൻ ഒരു ലൈഫ് ടൈം ഒരു സംഭവമാണ്. അത് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയി ഇപ്പോൾ എൻ്റെ ഏജിലുള്ള ആൾക്കാർക്ക് വരെ അത്രയും എൻഗേജ് ആവാൻ പറ്റിയെങ്കിൽ അത് ആ നാടകത്തിൻ്റെ വിജയമാണ്. മനോഹരമായിരുന്നു, നല്ലൊരു മെസ്സേജ് ആയിരുന്നു നാടകം തന്നിരിക്കുന്നത്. കണ്ടു. അയാളെ പറ്റിയുള്ള അഭിപ്രായം? ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത്രയും നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫീല് വരും. അമ്മാതിരി എനർജി ആയിരുന്നു, അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം? നല്ലോണം അറിയാം. ഞാൻ പഠിച്ചിട്ടുണ്ട് ആക്ച്വലി ഇവിടെ. അതുകൊണ്ട് ഈ നാടകം ഗ്രഹിക്കാൻ പറ്റി? ശരിക്കും പറ്റി. ഓക്കെ, താങ്ക് യു. നന്ദി. ഈ നാടകത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
നാടകത്തെ പറ്റി ആദ്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ വളരെ സൂപ്പറായിട്ടുണ്ട് ആദ്യമായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ അഭിനയിച്ച അഭിനേതാക്കളെയും ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ ഒരുവകെ എല്ലാവരെയും അറിയാം. ഈ അഭിനയിച്ച ഒരു 90% ആൾക്കാരും പുതിയ ആൾക്കാരാണ്, പുതുമുഖങ്ങളാണ്. പക്ഷെങ്കിൽ അത് സ്റ്റേജിൽ അരങ്ങത്ത് വരുമ്പോൾ അതിന്റെ ഒരു പുതുമുഖമാണെന്നുള്ള ഒരു തോന്നലും ഇല്ല. പിന്നെ ഇതിന്റെ വിഷയം കുട്ടിച്ചാത്തൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ബിംബമാണ് അത്, ഒരു പ്രതീകമാണ് കുട്ടിച്ചാത്തൻ. പക്ഷെങ്കിൽ അത് നമ്മള് ഇങ്ങനെ ഒരു കുട്ടിച്ചാത്തന്റെ ഒരു പശ്ചാത്തലം, ഇങ്ങനെയുള്ള ഒരു സ്റ്റോറി അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതൊരു ഇതിന്റെ ഈ നാടകം എഴുതിയ ജയൻ തിരുമന അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാരഥി തിയേറ്റേഴ്സിനും ഇങ്ങനെ നല്ലൊരു നാടകം നമ്മളെ മുമ്പിൽ എത്തിച്ചു തന്ന എനിക്ക് തോന്നുന്നു ഈ നാടകം ആദ്യ സ്റ്റേജ് ആണെന്ന് ഇവിടെ. ഇത് ആദ്യമായിട്ട് ഇവിടെ സ്റ്റേജിൽ ആദ്യത്തെ ഷോ ആണ്, ആദ്യ സ്റ്റേജ് ആണല്ലേ. ഈ നാടകത്തെ പൊതുവെയുള്ള അഭിപ്രായങ്ങൾ നാടകത്തെ ബാക്കി സാങ്കേതികമായിട്ടും വളരെ നന്നായിട്ടുണ്ട്. ചില ആദ്യത്തെ ഷോ എന്നുള്ളതിലുള്ള ചെറിയൊരു ടെക്നിക്കൽ അത് സന്തോഷ് കീഴാട്ടിൽ പറഞ്ഞ പോലെ അത് അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. പക്ഷെ അത് ഞാനൊരു നെഗറ്റീവായിട്ട് പറയല്ല, അതൊരു പറയാനുള്ള ഒരു ഭാഗമല്ല, അത് വളരെ നന്നായിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളത്. ഞാൻ ക്യാമറ മൊബൈൽ വരുന്നതാണ്. ശരിയാ. അപ്പോൾ നിങ്ങളെ ഇതിന്റെ ഈ നാടകത്തെ പറ്റിയില്ലൊന്ന് ഒരു അഭിപ്രായം പറയാം. ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കോവിഡിന് ശേഷം മുംബൈ സാരഥി ഒരുപാട് എല്ലാ നാടകങ്ങളും ബോംബെ നാടകങ്ങളും പിന്നെ കോവിഡിന് ശേഷം എല്ലാവരും എടുത്തില്ല. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ആർട്ടിസ്റ്റിനെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് സാരഥി നമ്മളൊരു പുതിയ തീരുമാനം എടുത്തത്. പിന്നെ പഴയ ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ മറ്റേ പരിചയമുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ പുതുമുഖങ്ങളെ കൂടി ചേർക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് നമുക്ക് കുറെ പുതുമുഖങ്ങളെ കിട്ടി. നമ്മളെല്ലാവരും കൂടി യോജിച്ച് നല്ലൊരു സബ്ജക്ട് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോ പിന്നെ ഈ കാലത്ത് ഒരു നല്ലൊരു സബ്ജക്ട് വേണമെന്നുള്ള ഇതിൽ ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ജയൻ തിരുമനയുടെ കുട്ടിച്ചാത്തൻ എന്ന നാടകത്തിലെത്തി. അപ്പോൾ ആ നാടകം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തൽ എവിടെയുണ്ടോ അവിടെയൊക്കെ നാടകത്തിന് പ്രസക്തി കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന എപ്പോഴും എല്ലാ കാലത്തും അടിച്ചമർത്തൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടിച്ചമർത്തൽ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോൾ ഈ നാടകത്തിന്റെ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുട്ടിച്ചാത്തനിലേക്ക് വരികയുണ്ടായി. അപ്പൊ 3 മാസം കൂടുതൽ നിരന്തരമായ പിന്നെ ഇതിലൂടെയാണ് പിന്നെ റിഹേഴ്സൽ ക്യാമ്പിലൂടെയാണ് ഞങ്ങൾ ഈ നാടകത്തിന്റെ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആവേശത്തെ പറ്റി ഒന്ന് സംസാരിക്കാം. അല്ല, ഞാൻ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികം പേരുമായിട്ട് ഈ വേഷം കൈകാര്യം ചെയ്തു. അല്ലല്ല, അത് പിന്നെ ഭഗവാന്റെ അത് പറഞ്ഞാല് അദ്ദേഹം പിന്നെ ഡയറക്ടർ കുറെ പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ എക്സ്പീരിയൻസ് ആയ ബൈജുവായി, പിന്നെ അതുപോലെ തന്നെ മറ്റേ പിന്നെ അച്ഛനായി അഭിനയിച്ച ബൈജുവായി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സന്തോഷമായി. അപ്പോ ഇവരൊക്കെ നമ്മളെല്ലാം തന്ന ഗൈഡൻസും അതൊക്കെ തന്നെ നമ്മളെ കൂട്ടുക. അത് അങ്ങനെ നമ്മൾ അഭിനയിച്ചു, അത്രേ ഉള്ളൂ. കഥാപാത്രം നിങ്ങളെ കഥാപാത്രം? എന്റെ കഥാപാത്രം ഭദ്രൻ. പിന്നെ ഒന്ന് കർമ്മി, ഒന്ന് പൂജാരിയായിട്ട് അഭിനയിച്ചു ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം കർമ്മി ഭദ്രനായിട്ട് അഭിനയിച്ചു. ഭദ്രൻ നിങ്ങളിൽ ഭദ്രമായിരിക്കട്ടെ. നിങ്ങൾ ആ ഒരു ആക്ഷൻസും ബോഡി ലാംഗ്വേജ് ഭദ്രമായി തന്നെ. ശരി സർ, താങ്ക് യു. ക്യാമറ മൊബൈൽക്ക് വേണ്ടി ശരി, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ബ്ലെസ്സിങ്സ്. താങ്ക് യു. ലോകത്തോട് അരങ്ങ് വിളിച്ചു പറയുന്നവൻ ഈ തീ കുട്ടിച്ചാത്തൻ.